നമസ്കാരം. എന്നോടൊപ്പം ഉള്ളത് സോഷ്യൽ മീഡിയ താരമായ രതീഷാണ്. രതീഷ് ഈ ടിക്ടോക്കിലൊക്കെ ഇവിടെ അത്യാവശ്യം വൈറലാണ് അല്ലേ രതീഷേ? എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നത്? അതായത് ഈ 2019 ഈ കൊറോണ ഒക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ റൂമിൽ ഒറ്റപ്പെട്ട് നിൽക്കണ്, പുറത്ത് പോകാൻ പാടില്ല, ഒന്നിനും പാടില്ല. ആ സമയത്ത് ഈ ടിക്ടോക്ക് എന്ന് പറഞ്ഞൊരു ആപ്പാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. വെറുതെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു സെയിം സമയത്ത് തന്നെ എൻ്റെ ഒരു ബർത്ത്ഡേ ഒക്കെ വരുന്നത്. അങ്ങനെ അന്ന് ഇതേമാതിരി സോഷ്യൽ മീഡിയ കുറച്ച് റീച്ചുള്ള കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ച് ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ചെയ്ത് അങ്ങനെ. അപ്പോൾ അത് ചില ആൾക്കാർ കുറേ നെഗറ്റീവ് ഒക്കെ ആയിട്ട് കണ്ട് അങ്ങനെ കുറച്ച് ട്രോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ രീതിയിലാണ്ട് പോയി. അന്നൊക്കെ മനസ്സിലാവുന്നില്ല എന്താ സംഭവം തോന്നുന്നു. പിന്നെ ഇങ്ങനെ മെല്ലെ ആയിട്ട് ഈ ട്രോളൊക്കെ ഒന്നും കൂടെ കൂടി വരികയാണ്. പിന്നെ ആ ഒരു സെയിം ടൈമിൽ തന്നെ നാട്ടിലൊരു ഫിലിം ഇറങ്ങുന്നുണ്ട്, ഒരു എന്താ കട്ടപ്പന ഋതികോഷ് അങ്ങനത്തെ ഒരു പറഞ്ഞൊരു മൂവി. അപ്പൊ അതിലൊരു മറ്റേ ഇപ്പം പറഞ്ഞു ധർമ്മജൻ പോക്കാട്ട് പറഞ്ഞത് രതീഷ് ഉണരൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്റെ പേര് രതീഷ് അല്ലേ, പഴംപൊരി കാണിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ വീണ്ടും ആൾക്കാർ അതൊക്കെ കൂടെ നേരെ ഞാൻ ഒരു വീഡിയോ ഇട്ട് നേരെ കമന്റ് അങ്ങോട്ട് വന്നത് പഴംപൊരി അങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഒരു നെഗറ്റീവിലൂടെ ഇങ്ങനെ കാണാൻ തുടങ്ങി. സംഭവം ഫിലിമിലാന്ന് ആർക്കും അറിയൊന്നുമില്ല. ഒരാളിടുമ്പോ എല്ലാവരും അങ്ങോട്ടും കൊണ്ടേയിരിക്കും. ഇത് ഇടണവർക്കും അറിയില്ല എന്താ സംഭവം എന്നുള്ളത്, ഇതിങ്ങനെ ഒരു ഫിലിമിൽ വന്ന സംഭവം എന്നുള്ളത്. അങ്ങനെ വീണ്ടും ആൾക്കാർ അത് വീണ്ടും ഓരോ ട്രോളായിട്ട് ഇങ്ങനെ വരും. ആ രതീഷ് എന്നുള്ള പേര് മാറ്റി ആൾക്കാർ ഇങ്ങനെ പഴംപൊരി തന്നെ യൂസ് ചെയ്യും. പിന്നെ ആ ഒരു സമയത്ത് ഈ ഒരു അന്ന് ഇന്നത്തെ മാതിരി നമ്മളെ ഇന്നോഗ്രേഷനോ അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള ഒരു നല്ലൊരു ചാൻസ് ഒന്നും ഇല്ല അന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് വെച്ചാൽ ആരെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഗിഫ്റ്റ്, ചിലപ്പോൾ 50 ദിറത്തിന്റെ ആവാം, ചിലപ്പോൾ ഒരു 100 ദിറം, പല മാതിരി. നമ്മളെ കയ്യിൽ ആ സമയത്ത് എന്താ ബഡ്ജറ്റ് ഉള്ളത്, അതിന് വല്ല പെർഫ്യൂമാ അല്ലെങ്കിൽ വല്ല ചോക്ലേറ്റാ അതിന്റെ സാധനം ഒരു ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പോകും. അപ്പൊ ഇത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് തീരെ പറ്റില്ല. കാരണം ചിലപ്പോൾ ഞാൻ പറഞ്ഞ വീട്ടിലുള്ള വൈഫായിരിക്കുക അല്ലെങ്കിൽ നല്ല ഫ്രണ്ട് ആയിരിക്കും, ചിലപ്പോൾ അങ്ങനെ ബർത്ത്ഡേ ഒരു ഗിഫ്റ്റ് ഒന്നും ആരും അങ്ങനെ കൊടുക്കൂല. അങ്ങനത്തെ ഒരു സമയമൊക്കെയാണ്. കാരണം എല്ലാവരും ഇങ്ങനെ നോക്കുമല്ലോ, ഇപ്പൊ നമ്മളിവിടെ ദുബായിൽ വന്നെങ്ങനെ പൈസ സേവ് ചെയ്യാനല്ലേ. അപ്പൊ ആരും അങ്ങനത്തെ ഒരു പൈസ ചെലവാക്കുന്നു. അപ്പൊ അതിനെതിരെ നല്ല അങ്ങ് ട്രോളും, ഓരോരുത്തരും ട്രോളും. രതീഷിന് തന്നെ പരിപാടി, കിട്ടണ പൈസ സ്വരുക്കൂട്ടി വെക്കുക, ആർക്കെങ്കിലും ഒക്കെ അങ്ങോട്ട് ഗിഫ്റ്റ് കൊണ്ടേ കൊടുക്കുക. പ്രത്യേകിച്ച് രതീഷ് ഒരു ലേഡിക്കാണ് കൊടുക്കണെന്നുണ്ടെങ്കിൽ പറയണ്ട. ആ ഒരു വീഡിയോ കിട്ടി കഴിഞ്ഞാൽ ലേഡീസിനെ ഏറെ കയറ്റും, എല്ലാവരും ഏറെ കയറ്റും. ആ സമയത്താണ് ഇൻസ്റ്റാഗ്രാം വലിയ ആക്റ്റീവ് ഇല്ല, ഈ ഒരു സോഷ്യൽ മീഡിയ. അതെ, ടിക്ടോക്ക് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരുന്നു. ഇത് പറയുമ്പോൾ തന്നെ രതീഷ് പറയുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഗിഫ്റ്റ് കൊടുക്കലും പിന്നെ ഫോട്ടോ എടുക്കലും പിന്നെ കറങ്ങാൻ പോക്കും ഒക്കെ ഈ ഒരു മീഡിയയിലൂടെ പല രീതിയിലും അത് വൈറലായി. ഭയങ്കര സംഭവമായിരുന്നു. കാരണം ആഴ്ചയിൽ എവിടെയെങ്കിലും കൂടാനും വേണ്ടിയുള്ളൊരു സംഭവമൊക്കെ നമ്മുടെ ടിക്ടോക്കിലൂടെ മെസ്സേജ് ഇടുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ആണുങ്ങൾ ഇടുന്നേക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾ ഇട്ടിട്ട് പറയണം നമുക്കിന്ന് 1 ഡേ ട്രിപ്പ് പോകാം, ആരൊക്കെ ഉണ്ട് എന്ന്. അങ്ങനെയൊക്കെ വളരെ വൈഡായിട്ട് ആൾക്കാർ ഗ്യാദർ ചെയ്ത് പോകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഭയങ്കര ഞാൻ പറയാം, ഒരു 2-3 വർഷം പിന്നിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇതായിരുന്നു ടിക്ടോക്ക് എന്ന സംഭവം. പക്ഷെ ഇപ്പൊ അതെങ്ങനെ വെച്ചാൽ അത് നേരെ ലൈവ് സ്ട്രീമിംഗ് ആയി. അതായത് ടിക്ടോക്കിലൂടെ പൈസ ഏൺ ചെയ്യാനുള്ള ഒരു സംഭവമായി. അതെങ്ങനെ വെച്ചാൽ ഇപ്പൊ ടിക്ടോക്ക് എന്ന് പറഞ്ഞ ലൈവ് ഉണ്ട്, ആ ലൈവ് ഓപ്ഷൻ എടുക്കുക, അതില് ഗെയിമിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഗെയിമിംഗ് നോക്കി കഴിഞ്ഞാൽ അപ്പുറത്ത് ഏതെങ്കിലും ഒരാൾ ഹോസ്റ്റ് ചെയ്യും. ചിലപ്പോൾ 4 ആൾക്കാർ ഹോസ്റ്റ് ആവാം, 2 ആൾ മുകളിൽ 2 ആൾ അടിയിലും. അപ്പൊ പുറത്ത് നമ്മളെ കാർഡ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡാ അല്ലെങ്കിൽ നമ്മളെ ഡെബിറ്റ് കാർഡ്, ഏത് കാർഡ് ഉപയോഗിക്കുക. അത് ഉപയോഗിച്ച് നമ്മളിപ്പോ ഒരു 1 lakh കോയിൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു 4200 ആ റേഞ്ച്. അതും ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പിലൂടെ ക്രോം എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിച്ച് ആപ്പിൽ നിന്നൊക്കെ ഡയറക്റ്റ് പർച്ചേസ് നല്ല പൈസ കൊടുക്കണം. എനിക്ക് തോന്നുന്നു 5500 അങ്ങനെയൊക്കെ കൊടുക്കണം. അപ്പൊ ഇങ്ങനെ പർച്ചേസ് ചെയ്ത് അവർക്ക് ഇട്ട് കൊടുത്ത് അതിന്റെ പകുതിയിൽ കൂടുതൽ ആരാണ് ആ ഹോസ്റ്റ് ചെയ്യുന്നത് അവർക്ക് ആ പൈസ മൊത്തം കിട്ടും. അങ്ങനെ ഇപ്പം 1 lakh കോയിൻ പർച്ചേസ് ചെയ്തു, ഇപ്പം 4200 പർച്ചേസ് ചെയ്തിട്ട് ഇത് ആർക്കാണ് രതീഷ് കൊടുക്കാൻ പോകുന്നത്? അങ്ങനെ ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് വ്യക്തിയാണ് ഇപ്പൊ അവിടെ ലൈവ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഒരു മത്സരം, തോൽക്കോ ജയിക്കോ എന്നുള്ള ഒരു മത്സരമാണ്. ആരാണ് ഏറ്റവും കൂടുതൽ കോയിൻ കൊടുക്കുന്നത് അപ്പൊ ആ കിട്ടുന്നത് അവര് ജയിക്കും. ഇപ്പൊ മലയാളിയും മറ്റുള്ള മലയാളിയിലാണ് കൂടുതൽ തോന്നുന്നു ഭയങ്കര പണിഷ്മെന്റ് ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. ഞാൻ അത് ഈ ലൈവിൽ ഇരിക്കല്ലേ, പക്ഷെ ഒരു പ്രാവശ്യം വെറുതെ ഇരുന്ന് നോക്കി. എല്ലാവരും അതിന്റെ അധികം ഫ്രണ്ട് സർക്കിളുള്ളവരുടെ ഈ ഗിഫ്റ്റർമാരൊക്കെ അപ്പൊ എന്നോട് ജസ്റ്റ് ഒക്കെ ഇരിക്കി ഞങ്ങൾ ഗിഫ്റ്റ് അടിക്കാറ്.
അങ്ങനെ ഞാൻ വെറുതെ തോന്നുന്നു ഞാൻ നാട്ടിൽ പോയി വന്ന് നാട്ടിൽ കുറച്ച് സീനൊക്കെ ഉണ്ടായിട്ട് നാട്ടിൽ നിന്ന് കയറി വന്ന് അപ്പൊ ആ ടെൻഷൻ മാറ്റാൻ വെറുതെ അങ്ങനെ ഇരുന്ന് കുറച്ച് ഗെയിം കളിച്ച് ഒരു 2-3 ദിവസം ഇരുന്ന് നോക്കുമ്പോൾ എന്റെ അക്കൗണ്ടിൽ ഉണ്ട് 3000 ദിർഹം കിടക്കണം. ഗിഫ്റ്റ് ആയിട്ട് 3000 ദിർഹം ശരി 2-3 ദിവസം കൂടെ വെറുതെ ഇരുന്നിട്ട്, അതായത് ഒരു മാസം ജോലി ചെയ്താൽ കിട്ടൂല. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ അല്ല ഇവലൊക്കെ എങ്ങനെ ഇരിക്കും, ഇവലൊക്കെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 5 വർഷത്തോളായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ സംഭവം. അപ്പോ ഇത് പൈസ കൊടുക്കണവർക്ക് എന്താ പ്രയോജനം, അവർക്ക് അത്യാവശ്യം ഒരു ടൈം പാസ്. അല്ല അത്യാവശ്യം ടൈം പാസ് ആയിരിക്കൂല, കാരണം അവർക്കും എന്തെങ്കിലും അതിലൂടെ ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ഇപ്പം 1 ലക്ഷം ഇത് പർച്ചേസ് ചെയ്ത് വെച്ചേക്കാണ്, ഒരു 10 കൊടുക്കുമ്പോൾ ആരെങ്കിലും 5 ഇങ്ങോട്ടും തരൂലേ? അല്ല, അത് ചില ആൾക്കാരുടെ ഗിഫ്റ്റർമാർ എന്നാണ് കുറച്ച് ടീമുകൾ, അതായത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ അത്യാവശ്യം പൈസ ഉള്ള ടീമാണ്. അപ്പൊ ഞാൻ ഇഷ്ടമാര് ഗിഫ്റ്റർമാരുണ്ട്, ഒക്കെ അത്യാവശ്യം പൈസ ഉള്ള ടീമാണ്, അതായത് ബൾക്ക് മണിയുള്ള ടീമാണ്. അപ്പൊ അവർക്ക് ഇപ്പൊ ഇത് ഒരു 1 lakh ഇപ്പൊ അവരെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ ഒരു 10,000 20,000 കൊടുക്കണം, അവരെ സംബന്ധിച്ചൊരു വിഷയമല്ല. അപ്പൊ അവരെന്നെ ഒരുപാട് അക്കൗണ്ട് ഉണ്ടാവും അവർക്ക്, ഒരു അക്കൗണ്ട് 2 അക്കൗണ്ട് അല്ല 10-15 അക്കൗണ്ട് ഉണ്ടാവും. ടിക്ടോക്കിൽ തന്നെ ഏത് അക്കൗണ്ട് എന്നാ വരുന്നത് ആർക്കും അറിയില്ല. അതായത് സ്വന്തം അക്കൗണ്ട് തന്നെ ഉണ്ടാവും, അതിന്റെ പുറമെ വേറെ കുറെ അക്കൗണ്ട് ഉണ്ടാവും, പല പേരുകളിലായിരിക്കാം. അപ്പൊ ആരാണ് ഗിഫ്റ്റ് അടിക്കുന്ന ആർക്കും അറിയില്ല. ഫേക്ക് അക്കൗണ്ട് കുറെ ക്രിയേറ്റ് ചെയ്യുക, അതാണ് ടിക്ടോക്കിന്റെ പ്രത്യേകത. ഒറ്റ സെക്കൻഡ് കൊണ്ടുള്ള ഇങ്ങനെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുക. ഇപ്പൊ റിക്ക് തന്നെ 2-3 അക്കൗണ്ട് ഉണ്ട്. ഞാൻ ചിലപ്പോ ഗിഫ്റ്റ് അടിക്കും, അവൻ ഓവർ ആക്കലില്ല. എപ്പോഴെങ്കിലൊക്കെ നമുക്ക് നല്ലത് തോന്നുമ്പോ 2-3 ഏതെങ്കിലും ഒക്കെ അക്കൗണ്ട് യൂസ് ചെയ്തു. പിന്നെ ഇത് ഇങ്ങനെ ലെവല് വരും, അതിപ്പോ നമ്മൾ ഇത്ര കോയിൻ പർച്ചേസ് ചെയ്ത് ഒരു 50,000 കോയിൻ പർച്ചേസ് ചെയ്ത് നമ്മളെ ലെവൽ ഒരു 15-20 ആ ഒരു ലെവലിൽ ഇങ്ങനെ. അപ്പൊ അത് ഭയങ്കര ഇഷ്ടം ലെവല് കൂടാൻ. അപ്പൊ ആ ലെവൽ ഒരു 40-45 ലെവൽ ആകുമ്പോഴത്തേന് കോടിന്റെ മുകളിൽ വരും. അങ്ങനത്തെ ഇഷ്ടംമാര് ഗിഫ്റ്റർമാരുണ്ട്. ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ ഇവിടെ കൂടുതൽ? ഞാൻ പേഴ്സണായിട്ട് പറഞ്ഞ കൂടുതൽ ആണുങ്ങളാണ്. അവരൊക്കെ വലിയ ബിസിനസ്മാരാണ്, നല്ല ബിസിനസ്മാരാണ്. അവര് ഇത് പർച്ചേസ് ചെയ്ത് വെറുതെ അങ്ങ് ഇട്ട് കൊടുക്കും. പിന്നെ അവര് അധികം ഞാൻ കാണുന്നത് എങ്ങനെയാ വെച്ചാൽ ഒന്നുമില്ല അവരുടെ ഗേൾ ഫ്രണ്ട് ആയിരിക്കാം, അപ്പൊ അവർക്ക് ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ലല്ലോ, അങ്ങനെ ആയിരിക്കാം. പിന്നെ ഇതൊന്നും അല്ലാത്ത ആൾക്കാരുണ്ട്, വെറുതെ ബൾക്കായിട്ട് ഇടുന്നവർ വേറെയുണ്ട്. അങ്ങനത്തെ രണ്ട് ടീമുണ്ട്. എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ ഇതിൽ കിട്ടുന്നത്? എന്താണ് റീസൺ എന്ന് പറഞ്ഞുതരാമോ? ഗിഫ്റ്റ് കിട്ടാനുള്ള റീസൺ എന്താണ്? നമ്മളിപ്പം ചാറ്റ് ബോക്സിൽ വന്നിരിക്കുന്നു, അത് ഇപ്പം രതീഷാണ് ഒരാളിന് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്, എന്തുകൊണ്ട് അവരോട്ട് ഇങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്? ഞാൻ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരായിരിക്കും. ഇപ്പൊ നമ്മളായിട്ട് ഒന്നില്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഫോൺ വിളിക്കുന്നവരായിരിക്കും. അപ്പൊ അവരിങ്ങനെ തോൽക്കണ കാണുമ്പോൾ നമുക്ക് പാവം തോന്നും. അത് ശരി. അങ്ങനെ അവിടെ ഇരിക്കുന്ന ഈ 4 പേര് 2 പേരും മത്സരിക്കാതിരിക്കുക. അതായത് 2 പേരാണ് അധികം ഹോസ്റ്റൽ, ചിലപ്പോൾ 4 പേരാവാം. ശരി. ഇതിൽ ആരെങ്കിലും ഒരാൾ വിൻ ചെയ്യണം, അല്ലെങ്കിൽ നല്ല പണിഷ്മെന്റ് ആവും. ആദ്യം പറയും പൈക്ക്, അതായത് 500 കോയിൻ വന്നു കഴിഞ്ഞാല് തോൽക്കുന്ന ആൾ ഇങ്ങനെ പണിഷ്മെന്റ് എടുക്കണം. ചിലപ്പോ നല്ല പണിഷ്മെന്റ് ആയിരിക്കും, ചിലപ്പോ ഇങ്ങനെ ഉരുളണ പണിഷ്മെന്റ് ആയിരിക്കാം, പല രീതിയിലുള്ള പണിഷ്മെന്റ് ആവും. അങ്ങനെയൊക്കെ ഉണ്ട്. ചിലപ്പോ ഡാൻസ് കളിക്കലായിരിക്കാം, നല്ല റിസ്ക് ആണ്. അവർക്ക് അത്യാവശ്യം ഒരു പെയിൻ ഒക്കെ വരും. ശരി. ചിലപ്പോൾ ബാക്ക് പെയിൻ ഒക്കെ പെട്ടെന്ന് വരാൻ സാധ്യത ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ചിലപ്പോ ബാത്റൂമിൽ പോയിട്ട് കുളിക്കലായിരിക്കാം. അതായത് എന്ത് ഇതാണ് കൊടുക്കുന്ന തോറ്റു കഴിഞ്ഞാൽ അപ്പുറം അവരെ ഇപ്പുറത്ത് ഇരിക്കുന്ന സപ്പോർട്ടേഴ്സ് റിസ്ക് എടുത്തിട്ട് ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ വേറെ കാർഡോ എടുത്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അത് ശരി. അപ്പം ഒരു ലെവൽ ആരാണോ ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്ന ആൾ അവര് വിന്നാവും. ഇപ്പൊ നോർമൽ ചിലപ്പോൾ ഒരു ഗെയിമിൽ തന്നെ 2 lakh 3 lakh കോയിനൊക്കെ വരും, ചില മില്യൺ കോയിൻ വരും. ഭയങ്കര മത്സരവും ചില സമയത്ത്. അപ്പുറത്ത് നല്ല ഗിഫ്റ്റർ ഉണ്ടാവും, ഇപ്പുറത്ത് നല്ല. ഇത് ശരിക്കും എത്ര മണി തൊട്ടാണ്? ചിലപ്പോൾ ഞാനത് ഒരു സംഭവം കേട്ടിട്ടുണ്ട്, രാത്രി ഇപ്പം 10 മണിക്ക് ശേഷം തുടങ്ങി വെളുപ്പിൽ 4 മണി വരെയൊക്കെ ഇരുന്ന് ചെയ്യുന്നുണ്ടെന്നുണ്ട്. അത് എങ്ങനെയാണ്? അതെങ്ങനെ വെച്ചാൽ ഈ രാത്രി ആകുമ്പോഴാണ് എല്ലാവരും വർക്ക് കഴിഞ്ഞ് ഫ്രീ ടൈം ഈ ഗിഫ്റ്റ് അടിക്കുന്നത്. മറ്റേത് ഈ സമയത്തൊക്കെ എല്ലാവരും ബിസി ആയിരിക്കും, അപ്പൊ വല്ലാതെ ഗിഫ്റ്റ് ഒന്നും കിട്ടൂല. മറ്റേ രാത്രി എല്ലാവരും നല്ല ഫ്രീ ആയിട്ട് റൂമിലെത്തി കഴിഞ്ഞ് ഈ കളിയിൽ നിന്ന് വെറുതെ നോക്കുമ്പോൾ അവര് ആ സമയത്ത് കാർഡ് എടുക്കും, മെല്ലെ ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് ചിലപ്പോൾ 1 ലക്ഷം 2 ലക്ഷം കോയിൻ എടുക്കും. ഇതൊക്കെ ഞാൻ കാണുന്നതാട്ടാ, കാണാത്തത് വേറെ എന്താന്നൊക്കെ അറിയില്ല. എന്റെ കൂടെ ഇരുന്ന് ചില വണ്ടി ഇരുന്നിട്ട് ഒരു മിനിറ്റ് നിർത്തി ഞാൻ നോക്കട്ടെ എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ചിലപ്പോൾ ആരെയും തോൽക്കാൻ നിൽക്കുന്നുണ്ടാവും, അപ്പൊ തന്നെ പർച്ചേസ് ചെയ്യും. അവരെ ഇങ്ങനെ ഒന്ന് ഫേസ് ആക്കും, ഒറ്റയടിക്ക് ഒരു 4,000-8,000 ദിർഹം പോകും, അതങ്ങ് അടിച്ചു കൊടുക്കുന്നു. അവര് ജയിക്കുന്നു, ജയിച്ചിട്ടാ. ചിലപ്പോൾ അവരപ്പൊ തന്നെ മെസ്സേജ് ഒക്കെ ഇടും, ഒക്കെ അധികം കോണ്ടാക്ട്സ് ഉള്ളവരായിരിക്കും. ഇപ്പൊ ഒരു വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടുത്തുക എന്നുള്ള, അപ്പൊ ഒരു താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു ഇതുണ്ട്. അല്ലാതൊന്നും വലിയ ഗിഫ്റ്റ് വരൂല. ഓക്കെ. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എന്താണ് നമുക്ക് വല്ലാത്തൊരു വിഷമം വന്ന്, അതുകൊണ്ടാണ് പിന്നെ ഈ ഗെയിമിലോട്ട് പോയതെന്ന് പറഞ്ഞു. എന്തായിരുന്നു അത് സംഭവിച്ചത്? അത് നാട്ടിന്ന് ഞാൻ പറഞ്ഞില്ല, അതായത് ഈ
പണ്ട് മുതലേ ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് കുറേ വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഭാഗ്യത്തിന് ആ സെയിം സമയത്ത് നാട്ടിൽ ഇത് കിട്ടിയില്ല, ടിക്ടോക്ക് കിട്ടിയില്ല. അത് കാരണം ചിലപ്പോൾ ആൾക്കാർ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും, നിങ്ങളെ മകതവിടെ ഇങ്ങനെ ഗിഫ്റ്റ് അയച്ചു. അപ്പൊ അമ്മ അച്ഛനാ വീട്ടിലുള്ളത്, വേറെ ഏട്ടണ്ട്, അവര് വീട് വേറെ ഉണ്ടാക്കി പോയി. പിന്നെ 3 സിസ്റ്റർ, എല്ലാവരും കല്യാണം കഴിഞ്ഞു, ഞാൻ ലാസ്റ്റാ. അപ്പൊ ഈ അമ്മ അച്ഛനും ഒറ്റയ്ക്ക് വീട്ടില്, ഞാൻ അടുത്ത കല്യാണം കഴിക്കാൻ ഇങ്ങനെ നിൽക്കല്ലേ. അപ്പൊ അവർക്ക് അയച്ചു കൊടുക്കും, അപ്പൊ ഇങ്ങനെ ദുബായിൽ ഇങ്ങനെ എല്ലാരും ഗിഫ്റ്റ് കൊടുക്കുന്നത്, കളയാണ്, സേവിങ് ഇല്ല. പ്രത്യേകിച്ച് എവിടെ ഒരു ബർത്ത്ഡേ ഉണ്ടോ അപ്പൊ എന്തെങ്കിലും കാണാൻ കൊണ്ടുപോയി കൊടുക്കണത്, അതും ഗോൾഡൊക്കെ ആവും കൊടുക്കുക. ഗോൾഡ് കൊടുത്തിട്ടുണ്ടോ? ഗോൾഡൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വീഡിയോയിൽ തന്നെയുള്ള സംഭവങ്ങളാണല്ലോ. അപ്പൊ ഈ ഗോൾഡ് കാണിച്ചിട്ടാണ് ഒരു എൻഗേജ്മെന്റിന്റെ ആൾക്കാർ പറഞ്ഞത്, ഇത്രയും വലിയ ഗിഫ്റ്റ് കൊടുക്കണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവൂലേ, വെറും ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ കൊടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഒഴിവാക്കാം. അത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളൂ, കഴിഞ്ഞ 2 ദിവസം. അപ്പൊ തന്നെ ഓല് പറഞ്ഞ്, നിങ്ങളെ പറ്റി ഞങ്ങളൊന്നും അന്വേഷിച്ചില്ല. ഞാൻ ആദ്യം ഒരുപാട് പറയുന്നുണ്ട്, ഇതിനെ പറ്റി വ്യക്തമായിട്ട് അന്വേഷിക്കും ദുബായില്, എന്നിട്ട് മതി മുന്നോട്ടുള്ള എൻഗേജ്മെന്റ് കാര്യം, ഞാൻ പോവാ, വന്നിട്ട് പിന്നെ എൻഗേജ്മെന്റ് കല്യാണം ചെയ്യുക. അല്ലല്ല കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു, പെട്ടെന്ന് നമുക്ക് നാളെ മറ്റന്നാളിന് എൻഗേജ്മെന്റ് ചെയ്യാം, ഹോൾ എവിടെയും കിട്ടാല്ലേ ആ സമയത്ത്, പെട്ടെന്നിട്ട് ഹോള് ബുക്ക് ചെയ്യലും, നല്ല മഴയുള്ള സമയം നാട്ടില്. അപ്പൊ പിന്നെ വീട്ടിൽ വെച്ചൊന്നും പരിപാടി നടക്കൂല. അങ്ങനെ അപ്പോൾ പർച്ചേസിനാ തീരെ സമയമില്ല, ഉള്ള സമയം കൊണ്ട് വേഗം നമ്മള് ഡ്രസ്സ് എടുക്കണം, സ്വർണ്ണം എടുക്കണം, അതെടുക്കണം ഓടല്ലേ എല്ലായിട്ടും. പിന്നെ ഈ മോതിരത്തുമ്മലൊക്കെ പേരൊക്കെ എഴുതണ്ടേ, ഒക്കെ ഓട്ടം തന്നെ ഓട്ടം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് എൻഗേജ്മെന്റിന്റെ മറ്റേ സമയത്ത് 2-3 കുട്ടികളൊക്കെ വന്ന് ഇങ്ങനെ സെൽഫി ഒക്കെ എടുത്ത് ഇങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ വെക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഉണ്ട് അവർക്ക് തന്നെ ഇങ്ങനെ കിടന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ഒരു പഴംപൊരി രതീഷ്, ഇത് നമ്മളെ ദുബായിത്തെ ഗിഫ്റ്റ് കൊടുക്കുന്ന രതീഷ് അവർക്ക് അവനല്ലത്, അതും പെണ്ണുങ്ങൾക്കാണല്ലോ അവൻ ഗിഫ്റ്റ് കൊടുക്കുക. പക്ഷെ ആണുങ്ങൾക്ക് ഇഷ്ടംമാരി കൊടുത്തിട്ടുണ്ട്, അതൊന്നും ആരും മൈൻഡ് ആക്കണില്ല. ഇന്റെ ആ സമയത്ത് ഫ്രണ്ട് സർക്കിൾ ആരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ബർത്ത്ഡേ ഉണ്ടാകുമ്പോൾ ഞാനേ അങ്ങോട്ട് പോകും. ഈ പറഞ്ഞ കേക്കാണെങ്കിൽ അതിട്ട് പോകും, അവര് പോലും അറിയില്ല, എല്ലാ ഗിഫ്റ്റും കൊടുക്കും. അതൊരു രസമാണ്. അന്ന് വീഡിയോയുടെ വേറെ ഓപ്ഷൻ ഇല്ല. ഇന്നാണ് ഇപ്പൊ ഉദ്ഘാടനം, അത് ഇത് എല്ലാ പരിപാടി ഇപ്പോഴായിട്ടുള്ളൂ. അന്ന് ഇതൊന്നും അത് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്തത് കൊണ്ട് ജീവിതത്തിൽ ഒരു ബന്ധം തന്നെ ഇതായി പോയില്ലേ? അല്ല, ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞേ, ഇപ്പൊ അങ്ങനെ താല്പര്യമില്ലാത്ത ഒരു ബന്ധം ഒരിക്കലും മുന്നോട്ട് പോകില്ല. ശരിയാണ്. ഇത് കല്യാണം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ കൂടും. ഇതിപ്പോ നമ്മൾ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് 2 ദിവസം കൂടുതൽ വരണില്ല, ആ സമയം കൊണ്ട് തന്നെ എല്ലതും കഴിയണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ വെച്ചാൽ നമുക്ക് ഫിനാൻഷ്യലായിട്ട് ഒരുപാട് നഷ്ടം പറ്റിയിട്ടുണ്ട്. കാരണം ഗോൾഡൊക്കെ ഇപ്പോൾ അവരെ കയ്യിൽ തന്നെയാണ്. ഞാൻ വേറെ ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം സ്റ്റാറാണ്, അപ്പം അത് തന്നെ പറഞ്ഞുവിടായിരുന്നോ? രതീഷ് വിവാഹം കഴിക്കാൻ നോക്കുന്നു, മീഡിയയിൽ, അതായത് സോഷ്യൽ മീഡിയയിലുള്ള ഒരു പെൺകുട്ടിയെ, അപ്പൊ പിന്നെ ആ ഒരു പ്രശ്നം വരില്ലായിരുന്നല്ലോ. അല്ല, അങ്ങനല്ല. ഇതെന്താ സംഭവിച്ച, സോഷ്യൽ മീഡിയ എന്റെ വീട്ടുകാർക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ വീട്ടിൽ പോയ ഭയങ്കര സൈലന്റാ. ഇത് കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഞാൻ ഇടൂല. ഇൻസ്റ്റാഗ്രാം വെറുതെ അവിടെ വെച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് നാട്ടിൽ പോയി വന്നതിന് ശേഷം ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് ആക്റ്റീവ് ആവുന്നത്. കാരണം നാട്ടിലില്ല, ഇവിടെ ടിക്ടോക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു തരം. അപ്പൊ ടിക്ടോക്കിൽ അങ്ങ് വീഡിയോ ആരും കാണാനില്ല, ഈ GCC മാത്രം കവർ ചെയ്യും. നാട്ടിലാരും കാണുന്നില്ല, ആരും കാണുന്നില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഇനി ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട്, ഇപ്പോഴത്തെ ഈ സാഹചര്യമൊക്കെ വെച്ചിട്ട് രതീഷ് കല്യാണം കഴിക്കുന്ന ആ കുട്ടി ഇതുപോലൊരു സ്റ്റാർ ആണെങ്കിലോ, എന്താണ് അഭിപ്രായം? അല്ല, ഇനിയിപ്പോക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ നടക്കുള്ളൂ. കാരണം ഞാൻ പറയാം, നാട്ടിൽ ഞാനൊരു 2 മാസം വെക്കേഷനിൽ പോയി, 2 മാസം രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാം നാട്ടിൽ അരിച്ചു പെറുക്കി. 2-3 ബ്രോക്കർമാര്, 2-3 വണ്ടി ഇതിനായിട്ട് ഇങ്ങനെ ഓടി തന്നെ. രാവിലെ പാലക്കാട്, ഞാൻ തിരൂരാണ്, പാലക്കാട് വരെ പോയിട്ടുണ്ട്. പെൺകുട്ടികൾ എല്ലാം അവിടെ ബ്രോക്കർ ഇന്ന സ്ഥലത്തുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ എല്ലായിടത്തും പോവും, കാണും, വരും. എന്തെങ്കിലുമൊക്കെ ഇതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാതാവും. അങ്ങനെ ലാസ്റ്റ് ഇങ്ങോട്ട് ലീവ് കഴിയുന്ന സമയത്ത് ഇത് ക്ലിയർ ആവണം. ഈ ഇങ്ങനെ കല്യാണം പെണ്ണിനെ കാണാൻ വേണ്ടി പോയപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സീൻ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്? നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് എൻ്റെ പെൺകുട്ടികൾ, അതായത് ബ്രോക്കർ മുഖേന അല്ലെന്ന് പോണത്. അപ്പൊ എല്ലാ പെൺകുട്ടികള് സാധാരണ ബ്രോക്കറിനോട് പറഞ്ഞ്, ചെക്കന്മാർക്ക് പോകുമ്പോ ഞങ്ങൾക്ക് ചിലപ്പോൾ ചീത്ത വെക്കലുണ്ട്, പക്ഷെ അന്നെ ഇത്രയും സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പെൺകുട്ടികളൊന്നും പറഞ്ഞിട്ടില്ല, നോന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ജാതകം അതൊക്കെ നോക്കുമ്പോഴുള്ള ആ ഒരു ഇതും, പിന്നെ എന്തെങ്കിലുമൊക്കെ വേറെ കാരണങ്ങൾ പറഞ്ഞ്, രതീഷിനെ പറ്റി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേ ഒരു സാഹചര്യം ഇവിടെയും കണ്ടതാ ലാസ്റ്റ്. പിന്നെ അവർ സോഷ്യൽ മീഡിയ എന്നുള്ള ഒരൊറ്റ കാരണമാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരാളിനെ വേണ്ട, സോഷ്യൽ മീഡിയ ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ, അല്ലാതെ മറ്റു കാര്യമൊന്നുമല്ല. അവർക്ക് സോഷ്യൽ മീഡിയ ഇഷ്ടമല്ല. പിന്നെ അവർ കുറച്ച് റീസൺ കാണിച്ചത്, ബ്രേസ്ലെറ്റിനെ അങ്ങനെ വെറുതെ ഫ്രണ്ടല്ല, അന്ന് റീച്ചിന് വേണ്ടി എന്തും കാട്ടും. ആ ബ്രേസ്ലെറ്റ് ഇങ്ങനെ കടിച്ചിട്ട് കൊടുത്ത് ഒരു പെൺകുട്ടി, അപ്പൊ അതൊക്കെ അവര് കാരണാക്കി എടുത്ത്.
ഓ അത് ശരി. ഇത് ഏത് പെൺകുട്ടിയാണ് സഹിക്കുക ഇങ്ങനെയൊക്കെ വെച്ച് കാട്ടുമ്പോ അങ്ങനെയൊക്കെ ഓരോ കാരണം. ആ ശരി, ഗിഫ്റ്റ് ആയിട്ട് സ്വർണം കൊടുത്തു, അത് അതുപോലെ തന്നെ വേറെ അല്ല ആ സെയിം ആൾക്കാണ് അത് കെട്ടി കൊടുത്തു, കൊടുത്തിട്ട് അതും കടിച്ചതിന്. ഇട്ട് കൊടുത്തു. അപ്പൊ എന്താണ് ബന്ധം? എന്താണ് ബന്ധം? കറക്റ്റ്. അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള കുറെ പിന്നെ അതോടുകൂടി നമുക്കൊരു കാര്യം മനസ്സിലായി, അങ്ങനെ ഒരു പെൺകുട്ടിയും അത് അക്സെപ്റ്റ് ചെയ്യൂല. അക്സെപ്റ്റ് ചെയ്യൂല. അപ്പൊ ഞാനിപ്പോ അത് വെയിറ്റ് കഴിഞ്ഞു. ഇപ്പൊ ഏതാണ് ഒരു പെൺകുട്ടി ഈ കാര്യങ്ങൾ മൊത്തം അറിയണത്, അത് വന്നാലും ഞാൻ അടുത്തൊരു മാരേജ് എന്നുള്ള ഒരു സെഷനിലേക്ക് പോകുള്ളൂ. അല്ലാതെ നമ്മള് വെറുതെ ടൈം പോവുള്ളൂ. ഇപ്പോഴും വീട്ടിൽ ഞാൻ തന്നെ പറയും, വീട്ടുകാർ പറയല്ല നമുക്ക് അടുത്ത ഇതേ അവസ്ഥയല്ലേ വരിക. ആ കറക്റ്റ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണോ അതേ ഇവിടെ ലിവിങ് ടുഗദർ ആണോ ഒന്നും അറിയാൻ പറ്റില്ലല്ലോ. കാരണം എല്ലാം ഉണ്ട്, ഗൾഫിലല്ല എല്ലായിടത്തും ഉള്ളതാണ്. ഇതൊരു പുതുമയുള്ളതല്ല, പക്ഷെ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമുക്ക് എങ്ങനെ ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റും? അതൊരു കാര്യമാണ്. അപ്പൊ അതാണ് ആൾക്കാർക്കുള്ള ഒരു ഇത്. രതീഷ് എന്തിനും ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നത് അങ്ങനത്തെ ഒരു വെച്ചിട്ടാണ് ആൾക്കാർ. അത് ലേഡീസ് ആകുമ്പോഴാണ് പ്രശ്നം, ആണുങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, അത് മൈൻഡ് വെക്കൂല. ആണുങ്ങളെ വീടിട്ട് റീച്ചില്ല. മാക്സിമം ഇപ്പോ ടിക്ടോക്കിലാണെങ്കിൽ 10,000 20,000 കാണുള്ളൂ. ഒരു പെൺകുട്ടിന്റെ വീട് ഇട്ടാല് മാക്സിമം 1 lakhന്റെ മേപ്പോട്ട് കയറും. ലാസ്റ്റ് കാണിച്ചു 1 ലക്ഷം 2 ലക്ഷത്തിന്റെ അടുത്ത് വരെ അത് കുറെ അങ്ങ് കമന്റ് ആയിട്ടും ഷെയർ ആയിട്ടും അങ്ങ് പോകും. അതൊരു കാരണം എല്ലാവർക്കും ഇത് ആർക്കാണ് കൊടുത്തത്? രതീഷ് കൊടുക്കുന്നതൊരു പെൺകുട്ടിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അത് കാണുമ്പം ഇഷ്ടം തോന്നുന്നവരും ഉണ്ടാവും, വൈരാഗ്യമുള്ളവരുണ്ടാവും. എന്നാൽ പിന്നെ 10 പേര് കാണട്ടെ അവർ തന്നെ ഷെയർ ചെയ്യും. അവർ തന്നെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. രതീഷ് പണ്ടത്തെ മാതിരി വീണ്ടും ഗിഫ്റ്റ് കൊടുക്കുന്നത്. നാട്ടിൽ പോയി കല്യാണം മുടങ്ങി വന്നതാണ് വീണ്ടും. പക്ഷെ നാട്ടിൽ പോയി വന്നതിന് ശേഷം പിന്നെ അങ്ങനെ ബർത്ത്ഡേക്ക് പോവില്ല. നമുക്ക് അത്രയും ക്ലോസ് ആയിരുന്നു മാത്രം. ഈ കല്യാണം മുടങ്ങിയതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ എന്ത് പറഞ്ഞായിരുന്നു? സോഷ്യൽ മീഡിയയിൽ ഞാൻ ആ സമയത്തൊക്കെ ഒന്ന് ലൈവ് പറഞ്ഞ ടിക്ടോക്കാണ് എന്റെ മെയിൻ. ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ടിക്ടോക്കിനെ ലൈവ് ഇട്ടിട്ട് പറഞ്ഞ് ഇന്റെ മാതിരി ഞാനും വരാൻ പാടില്ല. കാരണം പുതിയ ഒരാൾ വരുമ്പോ ഇതേമാതിരി ഏതെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് പോവുക, ലാസ്റ്റ് ഇതേമാതിരി നല്ലൊരു ബന്ധം ഒരു കല്യാണം എന്നുള്ള ആ ഒരു ഓപ്ഷനൊക്കെ വരുമ്പോ ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായി വരിക. അപ്പൊ അങ്ങനെ ഞാൻ ആരും ചെയ്യരുത്. ഞാൻ ഏതായാലും ചെയ്ത് കുടുങ്ങി. ഇപ്പൊക്കൊരു ഓപ്ഷൻ ഒന്നുമില്ല, കാരണം അതൊക്കെ വീഡിയോ ആയിട്ട് വരുന്ന സംഭവങ്ങളാണ്. അത് പക്ഷേ നിങ്ങൾ തമ്മിൽ വേറെ റിലേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതൊരു വലിയൊരു കാര്യമല്ല. അല്ല, ആൾക്കാർ പറയണ്ടേ രതീഷ് ഇപ്പൊ ഒരു പെൺകുട്ടിനെ കോൺസെപ്റ്റ് ചെയ്ത് കൊടുത്താൽ ഓക്കെ, ഇത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ. ആരെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ചിക്കാണ് വരിക. ഇപ്പോഴും ഇത് അടുത്ത ഈ മാസം ഒരു ബർത്ത്ഡേന്റെ ഇത് വന്നിട്ട് ഒരു പെൺകുട്ടിനെ, പക്ഷെ പോവാനെനിക്ക് തോന്നുന്നു പോകണം. അങ്ങനെ ഒരു റോങ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമല്ല, അതല്ലേ ഒരു റിയാലിറ്റി. അതാണ് ശരിക്കും വേണ്ടത്. പക്ഷെ എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഞാൻ നാട്ടിൽ നിന്ന് ഒരുപാട് ബർത്ത്ഡേ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 1 or 2 അങ്ങനെ എന്തോ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഗിഫ്റ്റ് ഒന്നും കൊടുക്കലും ഇല്ല. ഇപ്പൊ ലാസ്റ്റ് ആണ് ഒരു ഗിഫ്റ്റ് വരെ കൊടുത്തത്. കാരണം അത് ഒഴിവാക്കാൻ നല്ല ക്ലോസ് ഫ്രണ്ട് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തു. മറ്റേത് ജസ്റ്റ് ഒന്ന് പോയി വരുള്ളൂ പേടിച്ചിട്ട്, പബ്ലിക്കിനെ പേടിച്ചിട്ട്. നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത് അത് വീണ്ടും രതീഷ് വീണ്ടും തുടങ്ങി നാട്ടിൽ പോയി ഇങ്ങനെ വീണ്ടും ഗിഫ്റ്റ് കൊടുക്കുന്നത്. അങ്ങനെ കൊണ്ട് മാക്സിമം ഇപ്പൊ അങ്ങനെ നിൽക്കലില്ല. അല്ല, ഗിഫ്റ്റ് കൊടുത്തത് കൊണ്ട് ഗുണമുണ്ട്, അതുപോലെ തന്നെ ദോഷമായി. രണ്ടുണ്ട്. മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാലാണ്. അതായത് ഗുണമുണ്ട് ദോഷമുണ്ട് നമുക്ക് ഇതില്. അതായത് പബ്ലിക് 2 രീതിയിലാണ് കാണുന്നത്. രതീഷ് എന്തിനിങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നത്? അതായത് ചിലപ്പോൾ രതീഷിന്റെ വലിയ ക്ലോസ് ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അതിൽ നല്ല ക്ലോസ് ഉള്ള ഉൾപ്പറ ഉണ്ടാവും, അവർ ചിലപ്പോൾ ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഒരു ഷെയ്ക്കാൻ്റെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ടാവും. പിന്നെ എന്തിനും വലിയൊരു ഞാൻ അധികം വലിയ ബൊക്കറ്റ് പോവാ. ഇപ്പൊ ലാസ്റ്റ് ഞാൻ കാണില്ല അതേമാതിരി വലിയൊരു ബൊക്ക, അത് അതിന്റെ ഫ്രണ്ടിന്റെ ഷോപ്പ് ഉണ്ട്. അപ്പൊ അവർക്ക് ചെറിയ പ്രൈസിന് തരും. ഇപ്പൊ പുറത്തുള്ളവർക്ക് 200 300 ചിലപ്പോൾ 50 dirham 60 dirham 100 dirham അങ്ങനെയൊക്കെ തരും. വെറും റോസ് മാത്രം നല്ല ഇതിലാക്കിയിട്ട്. അവർക്ക് ഇതിന്റെ ബിസിനസ് അല്ലേ. അപ്പൊ ചെറിയ പൈസക്ക് ഇത് കിട്ടുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഹോൾസെയിൽ പ്രൈസിന് തരണമായിരിക്കാം. ഇതിട്ട് ഞാൻ പോകുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതിപ്പോ ഇത്രയും എക്സ്പെൻസീവ് ആക്കല്ലേ വിചാരിക്കും. പക്ഷെ ഇത് നമുക്ക് ചെറിയ പൈസക്ക് കിട്ടുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ. അതുപോലെ ആ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബ്രാൻഡിങ് കൂടെയാണ്. അവര് ആ ഷോപ്പ് ഒരു അത്യാവശ്യം റിച്ച് ആണ്. അവർക്ക് ഇത് വേണ്ട, ഇത് വെറുതെ ഒരു സൈഡായിട്ട് വെക്കുന്ന ടീമാണ്. അവരിവിടെ അത്യാവശ്യം നല്ല എത്രയോ വർഷമായിട്ട് വന്നവരാണ്. അത്യാവശ്യം ഇവിടെ എല്ലാ സെറ്റുള്ള ടീമാണ്. ഇതൊരു ടൈം പാസ് എന്നുള്ളത്. പിന്നെ ഞങ്ങള് അത്ര നാട്ടിലാണെങ്കിൽ അവർ വലിയ ദൂരമൊന്നുമില്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ടിക്ടോക്ക് തുടങ്ങാൻ മുന്നുള്ള ഫ്രണ്ട്ഷിപ്പാണ്, ടിക്ടോക്കിന് ശേഷമുള്ളതല്ല. ഈ സോഷ്യൽ മീഡിയ വരുന്നതിനെക്കാട്ടും മുന്നുള്ള ഫ്രണ്ട്ഷിപ്പാണ്.